നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പം നമുക്കിന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരിങ്ങ കുറച്ച് ഏറെ വേണം. ഞാനിത് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി ഒരാഴ്ചയ്ക്ക് മുമ്പ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. കറുത്ത മുന്തിരിങ്ങ കുറച്ച് ഏറെ എണ്ണ, അതുപോലെ തന്നെ അരി ഉള്ളത് ഉപയോഗിക്കരുത്. അരി ഇല്ലാത്തത്, അരി ഉണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ കുറച്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുണ്ട്. ഇതെല്ലാം എടുത്ത് പിന്നെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണോ അതെല്ലാം ഇടാം. പിന്നെ പറങ്ങാണ്ടി, ഇത് കുതിർക്കണ്ട. പറങ്ങാണ്ടിയും ഞാൻ കുറച്ച് ബദാമും പിസ്തായും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അക്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കുതുക്കണ്ട. ഇത് അന്നേരം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് ഇത് കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ മുന്തിരിയുടെ ജ്യൂസിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത്. അപ്പോൾ ഞാൻ കറുത്ത മുന്തിരിങ്ങ മേടിച്ച് നല്ലതായിട്ട് വാഷ് ചെയ്ത് ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസിനകത്താണ് ഞാനിത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ വേണമെന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ കുറച്ച് തൊലി മുകൾ വശത്ത് ചിരണ്ടി എടുക്കണം. അകത്തെ വെളുത്തത് വരാൻ പാടില്ല, കഴിക്കും. കുറച്ച് മതി. നാരങ്ങയുടെ തൊലിയും കുറച്ച് വേണം. ഇതെല്ലാം കൂടെ നമ്മൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ടൂട്ടി ഫ്രൂട്ടി ഇട്ടു, മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. ഈ കറുത്ത മുന്തിരിങ്ങയും ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട്, ഇതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് ഇത് ഇത്ര ഇട്ടാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ നാരങ്ങയുടെ തൊലിയും ഇതും ഇട്ട് കൊടുക്കണം. ഓറഞ്ചിൻ്റെ തൊലിയും ഇട്ട് കൊടുക്കണം. കുറച്ച് മാത്രം, ഒരു അര സ്പൂൺ വീതം മതി. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിത് ഫ്രഷ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് വേണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് ഇതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. ചൂടാക്കി ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഒഴിക്കാം. ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിലൊരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചിട്ട് നിങ്ങളിത് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൊത്തം ഇതെല്ലാം അങ്ങ് പിടിച്ചോളും. ഇതെല്ലാം കൂടി ഇടുക. ഈ കുറച്ച് ചെറിയും കൂടി ഇടണം. എല്ലാം കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾ ഇത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു ദിവസം വെച്ചിരുന്നാലും മതി. ഒരു ദിവസമെങ്കിലും വെച്ചിരുന്നാൽ നല്ലതാണ്. ഞാനിത് ഒരാഴ്ചയായി വെച്ചിട്ട് കണ്ടോ, ജ്യൂസെല്ലാം ഇതേ പിടിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിത് കാണിച്ചാൽ. നിങ്ങൾക്കിതിപ്പോൾ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇട്ട് വെക്കാം ഇങ്ങനെ. എന്നിട്ട് നല്ലൊരു കുപ്പിയുടെ ഗ്ലാസ്സിനകത്ത് ഇട്ട് വെക്കണം. പ്ലാസ്റ്റിക്കിനകത്ത് ഇട്ട് വെക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് എടുക്കുകയാണ്. ഞാനൊരു കപ്പ് വലിയ, നമ്മളിപ്പം 1.5 കപ്പ് മൈദയ്ക്കാണ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അതിലും ഇരട്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അത്ര ഇടാം. ഇത് നമുക്കിതിനകത്ത് ഇത് ഏലക്കായും ഒരു പീസ് ജാതിക്കായും കുറച്ച് കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ, ഒരു കറുവാപ്പട്ട ഇത്രയും ഗ്രാമ്പും കൂടെ മിക്സി പൊടിക്കണം. പൊടിച്ചിട്ട് അതിൽ നിന്ന് ഒരു സ്പൂണ് ചേർക്കണം. അതാണ് നമ്മുടെ ഈ പ്ലം കേക്കിന് ടേസ്റ്റ് വരുന്നത്. ഞാനിപ്പോൾ പൊടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഈ വലിയ കപ്പിന് 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിന് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഫ്രൂട്ട്സിനകത്തിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടാണ് നമ്മളതിൽ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ബട്ടർ വേണം. ഞാനൊരു 250 ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട, പിന്നെ ഇതിന് 1 കപ്പ് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോഡാപ്പൊടിയും സോഡാ പൗഡറും വേണം. പിന്നെ നമുക്കിതിന് അത്യാവശ്യം ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് വെച്ചാൽ ഈ ചെറിയ കപ്പിന് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാരമൽ ചെയ്തെടുക്കണം. നമ്മൾ ഈ പഞ്ചസാര ഇതിലിട്ട് ആക്കിയെടുക്കണം. അതാണ് നമ്മുടെ കേക്കിന് ടേസ്റ്റും കളറും തരുന്നത്. കാരമൽ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് കുറച്ച് കാജും കൂടി ഇതിനകത്തോട്ട്, ഞാൻ പറഞ്ഞില്ല കാജു ഞാൻ ഇട്ട് കൊടുത്തില്ലായിരുന്നു. കാജു നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാം, പിസ്തയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അത്രയും ചേർത്തോളൂ. നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിന് ജ്യൂസ് ഉണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലെല്ലാം പിടിച്ചിട്ടുണ്ട്. എങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറി വരും. 1 സ്പൂണൊക്കെ കാണത്തുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കേക്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അമക്കി കൊടുത്താൽ മതി. ഇനി വരും ജ്യൂസ് ഇറങ്ങി. എന്നിട്ട് നമുക്കിനി കാരമൽ ഉണ്ടാക്കാം. നമുക്ക് പഞ്ചസാര ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടെ വേണം നമുക്ക്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് തേൻ ചേർക്കുന്നുണ്ട് ഞാൻ. പിന്നെ എസൻസ് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ.
അപ്പോൾ ഹൈ വെച്ച് കൊടുക്കുക. ഇത് ഹൈ വെച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല, ടേസ്റ്റ് മാറിപ്പോകും കേക്കിൻ്റെ. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു 5 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ. അതിന് ശേഷം നല്ലപോലെ കളർ മാറി അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. കരിഞ്ഞു പോകരുതേ. മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ശകലം ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം, പെതുക്കെ ഒഴിക്കണം, കാരണം പൊട്ടിത്തെറിക്കും, ദേഹത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾ കേക്കിന് തയ്യാറാക്കി കഴിയുമ്പോൾ ഇത് കുറച്ച് കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇത് മീൻസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ കാരമലാക്കി എടുത്തില്ലെങ്കിൽ ഇത് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. കട്ടിയായി പോകും, ചാൻസ് ഇല്ല, കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പതച്ച് വരുന്നുണ്ട്. ഇതായിട്ടുണ്ട്, ഇത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ കൂട്ട് തയ്യാറാക്കാം. ഞാനിതിപ്പോൾ ഇതിലോട്ട് ഇപ്പം ജ്യൂസ് ഉണ്ടെന്നുണ്ട്, ഇതിനകത്ത് ജ്യൂസ് ബാലൻസ് ഉണ്ട്. ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് വെച്ചിട്ട് അമക്കി എടുത്താൽ മതി. അപ്പം അധികം ഒന്നും വരത്തില്ല, 1-2 സ്പൂൺ കാണും. എനിക്കിപ്പോൾ ഇല്ലായിരുന്നു ഇത്, ഞാൻ കുറച്ച് ജ്യൂസേ ഒഴിച്ചുള്ളായിരുന്നു. അപ്പം അത് നിങ്ങൾ ബ്രെഡിന് ഇത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാനായിട്ട് എടുക്കണം. അത് കളയേണ്ട ആവശ്യമില്ല, വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മൈദയുടെ മാവ് തൂക്കി കൊടുക്കണം. നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനകത്ത് ഇത് ഒരു സൈഡിൽ പോയി കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 സ്പൂൺ മൈദ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നത്. എന്നിട്ടിത് ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഇങ്ങനെ വിട്ട് കിടക്കും. ഇത് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പട്ടയും ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടെ പൊടിച്ചത് നമുക്കിതിന് 1 സ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് എന്തിനേലും നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കണ്ട, മാറ്റിയാൽ മതി. എന്നാലും ഇതിൽ ഏതെങ്കിലും ചേർക്കണം, അതാണ് നമ്മുടെ കേക്കിന് ടേസ്റ്റ് വരുന്നത്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് തരി ഇങ്ങനെ വീണാൽ കുഴപ്പമില്ല, ബാക്കിയുള്ള തരി നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം. നമുക്ക് ഈ ബട്ടർ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം ഇങ്ങനെ ഒരു 150 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. നമ്മൾ എണ്ണയും ചേർക്കുന്നുണ്ടല്ലോ. എണ്ണ നിങ്ങൾക്ക് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, അതല്ലെങ്കിൽ ബട്ടർ ഇച്ചിരി കൂടുതൽ ചേർത്താൽ മതി. ഇതിന് ഞാൻ കുറച്ച് ഇപ്പം അങ്ങ് മാറ്റും. നമുക്ക് ഈ ബട്ടർ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം ബട്ടർ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ബട്ടറിനകത്ത്. ഇനി നമുക്ക് ഒരു മുട്ടയുണ്ട്, ഒന്നൊന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു മുട്ട ഒഴിച്ചിട്ട് അടിക്കാം. നമുക്കിനി അടുത്ത മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം 1 സ്പൂണ്. അതിനുശേഷം നമുക്ക് ഇതിനൊരു കപ്പ് എണ്ണ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് അധിക സമയം അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇത് ഇടഞ്ഞെടുക്കണം. ഇതിൽ അധികം തരിയില്ല. ഇത്രയും തരി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. തരി അതിനകത്ത് അധികം ഇല്ല. ഇത് ഇച്ചിരി തരി വന്നെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ബാറ്ററെല്ലാം നിങ്ങൾക്ക് മിക്സിയിലും അടിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി. നമ്മുടെ കൂട്ടിലോട്ട് ഇനിയും കുറച്ച് നമ്മൾ ഈ മൈദ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇളക്കിയെടുത്താൽ മതി. ഒരു സൈഡിലോട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് കണ്ടോ, ബാറ്റർ ഇത്രയും കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനിയും ഈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പേ ഞാൻ ഇതിൽ നിന്ന് 1 സ്പൂൺ തേൻ ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ്. 1 സ്പൂൺ തേൻ മാത്രമേ ചേർക്കുന്നു. വേണമെന്നെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി. ഈ മൈദാപ്പൊടി ഇങ്ങനെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനകത്ത് എല്ലാ സൈഡിലും ഈ ഫ്രൂട്ട്സ് പോയി കിടക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരിടത്ത് മാത്രം ഇങ്ങനെ മാറിയിരിക്കും. ഈന്തപ്പഴം എടുക്കുമ്പോൾ നിങ്ങളുണ്ടല്ലോ കുറച്ച് കട്ടിയായിട്ടുള്ള ഈന്തപ്പഴം എടുക്കണേ. ലൂസായിട്ടുള്ള ഈന്തപ്പഴം എടുക്കരുത്. നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഏറെ ചേർക്കണം ഫ്രൂട്ട്സ്. എന്നാലും പ്ലം കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടുക. നമ്മൾ എങ്ങനെയാണ് ബേക്കറിയിൽ നിന്ന് കിട്ടുന്നത് അതുപോലത്തെ ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. 5 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യണം. ഞാനിതിങ്ങനെ കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര കട്ടിയിലാണ് വേണ്ടത്. ബട്ടർ പേപ്പറിനകത്ത് ഞാൻ കുറച്ച് ബട്ടർ തൂത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് മേപ്പോട്ട് വെക്കണം. കേക്ക് കുറച്ച് മുകളിലോട്ട് വന്നാലും പുറത്തോട്ട് ചാടിപ്പോത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് വെച്ചിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. എയർ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കാജു ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ചെറിയും വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് കാജു എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം.
ഞാനിത് ഇതിനകത്ത് പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഇതിലിട്ടിട്ട് ഇത് 1 മണിക്കൂറാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കുത്തി നോക്കണം, വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് നമ്മൾ പ്ലം കേക്ക് ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറക്കാവൂ. അപ്പം നോക്കണം, വെന്തില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെക്കണം. ഞാൻ एकदम സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്നും തീരെ കുറച്ചില്ല, എന്നാലും ഇച്ചിരി കൂട്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ കേക്ക് ആവട്ടെ. ഇത് ഇപ്പോൾ 1.5 മണിക്കൂറായി നമ്മൾ വെച്ചിട്ട്. നമുക്കിത് എങ്ങനെ ആയെന്നൊന്ന് നോക്കാം. ഞാൻ മുമ്പേ ഒരു പ്രാവശ്യം തുറന്ന് നോക്കി, അപ്പോൾ ഇച്ചിരി കൂടെ ആവാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അരെ വാ, നല്ലതായിട്ടായിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിലൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. ഇതുപോലൊരു തുണി ഇട്ടിട്ട് ഇങ്ങനെ മൂടി ഇട്ടേക്കണം. അപ്പം ഇരുന്ന് തണുത്തോളൂ. അതെ, അപ്പം ഇത് ഇതിനകത്തോട്ടൊന്ന് മാറ്റാം. ഉണ്ടല്ലോ, നമ്മുടെ കേക്ക് നല്ലതായിട്ടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിലെ പേപ്പർ നമുക്ക് ആദ്യം മാറ്റി കൊടുക്കാം. നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തത് ഇപ്പോഴേ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തണുത്തതിന് ശേഷം ഇതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. എനിക്ക് എത്ര നല്ലതായിട്ടാണ് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കണ്ടോ, എല്ലായിടും ഉണ്ട്. ഇത് ഒരിടത്ത് തന്നെയല്ല. നമുക്കിനി ഇത് തിരിച്ച് വെക്കാം. എനിക്ക് എത്ര സ്മൂത്തായിട്ടാണ്. ഇതിനി തിരിച്ചെടുത്ത് വെക്കാം. കണ്ടല്ലോ നമ്മുടെ കേക്ക്. ഇതേണ്ട, കണ്ടല്ലോ നമ്മുടെ അടിപൊളി ക്രിസ്മസ് കേക്ക്. ഈ പ്രാവശ്യത്തെ പ്ലം കേക്ക് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അളവെല്ലാം ഒരുപോലെ എടുത്താൽ മതി. എല്ലാവരും ഉണ്ടാക്കണം. താങ്ക് യു.